നമസ്കാരം, കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഇപ്പോൾ മഹാകുംഭമേള നടക്കുകയാണ്. കുംഭമേളയുടെ വാർത്തകളും ചിത്രങ്ങളും മാധ്യമങ്ങളിൽ നിറഞ്ഞു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളാണ് കുംഭമേളയുടെ അനുഭവത്തിനായി, അതിൻ്റെ എസൻസ്, അതിൻ്റെ സത്ത ഉൾക്കൊള്ളാനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക്, ഉത്തർപ്രദേശിലേക്ക് പ്രവഹിക്കുന്നത്. പക്ഷേ ഈ കുംഭമേളയുടെ ആചരണങ്ങളും അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള ചടങ്ങുകളും അതിലെ ആഘോഷങ്ങളും ഒക്കെ കാണുമ്പോൾ അതിൽ അന്തർലീനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് നമ്മളുടെ ശൈവ സമ്പ്രദായത്തെക്കുറിച്ചുള്ളതാണ്. ഏറ്റവും പൗരാണികമായ, എല്ലാ അർത്ഥത്തിലും ഏറ്റവും ആഴത്തിൽ ഭാരതത്തിലെ സനാതനധർമ്മത്തിൽ വേരോടിയിട്ടുള്ള ഒന്നാണ് ശൈവ സമ്പ്രദായം. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുംഭമേളയെക്കുറിച്ചല്ല, മറിച്ച് അതിൽ അന്തർലീനമായിട്ടുള്ള ഈ ശൈവ സമ്പ്രദായത്തെക്കുറിച്ചാണ്. ശൈവ സമ്പ്രദായത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തുകയും സ്വന്തം നിലയിൽ ഗവേഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു അതിഥിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, ഭാഗ്യഹരി. ശ്രീമതി ഭാഗ്യഹരി പ്രൊഫഷൻ കൊണ്ട് ഒരു സൈക്കോളജിസ്റ്റാണ്, PhD സ്റ്റുഡൻ്റാണ്, റിസർച്ചറാണ്. നിരവധി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്വന്തമായ നിലയിൽ ഗവേഷണം നടത്തുന്നു. അതിന് ഉള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൂടി വരുന്ന ആളാണ് ഭാഗ്യഹരി. നമുക്ക് ശ്രീമതി ഭാഗ്യഹരിയോട് ഈ വിഷയങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കാം. സ്വാഗതം ഈ പരിപാടിയിലേക്ക്. നമ്മൾ സാധാരണഗതിയിൽ എടുക്കാത്ത ഒരു വിഷയമാണ് ഇത്, പക്ഷെ കുംഭമേളയുടെ പശ്ചാത്തലത്തിൽ ഇതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സനാതനധർമ്മത്തെ ഒരു മുഴുവൻ ഒരു എൻറ്റിറ്റി ആയിട്ട് നമ്മൾ കാണുമ്പോൾ അതിൽ ഈ ശൈവ പാരമ്പര്യത്തിനും ധർമ്മത്തിനും എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ചരിത്രവും എന്താണ്? ശൈവ സമ്പ്രദായം ഈ ലോകം മൊത്തം വേരോടി നടക്കുന്ന ഒന്നാണ്. അത് പണ്ടത്തെ കാലത്താണെങ്കിലും ആധുനിക കാലത്താണെങ്കിലും പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും നടക്കുന്നത്. ശിവലിംഗമാണ് മാക്സിമം ശൈവ സമ്പ്രദായത്തിന് ആരാധനയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ശൈവ സമ്പ്രദായം കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ പല ക്ഷേത്രങ്ങളും ശൈവ സമാധികളുണ്ട്. നമ്മൾ സാധാരണ ഒരു ഹിന്ദു ട്രഡീഷനിൽ നിന്ന് ശൈവ സമ്പ്രദായത്തിന് ഒരുപാട് വ്യത്യാസങ്ങളായിട്ടുള്ള രീതികളുണ്ട്, ആചരിക്കേണ്ടതായിട്ടുള്ള രീതികളുണ്ട്. ഒരു ശൈവിസം, നമ്മളെല്ലാവരും ആദ്യം ശൈവിസം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ മഹാദേവനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് മഹാദേവൻ കാശ്മീരിലോ അല്ലെങ്കിൽ ഹിമാലയങ്ങളിൽ വസിക്കുന്ന മഹാദേവനെയാണ് നമ്മൾ, ഋഷഭേശ്വരനായിട്ടുള്ള മഹാദേവനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനും മുകളിൽ ഒരു മഹാദേവന്റെ സ്ഥാനം ശൈവിസത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ ബ്രഹ്മാണ്ടം മൊത്തം ഉൾക്കൊള്ളുന്ന ശിവനും വിഷ്ണുവും ബ്രഹ്മാവും നമ്മൾ കഥ കേട്ടിട്ടുണ്ടാകും. ശിവലിംഗത്തിന്റെ അറ്റം തേടിപ്പോയ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. അപ്പം ശൈവിസത്തിന് അത്രയും വലിയൊരു പ്രാധാന്യവും ശിവന് അങ്ങനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഹിമാലയങ്ങളിലെ ശിവനെയാണ് നമ്മൾ സാധാരണ ശിവലിംഗ രൂപത്തിൽ 5 മുഖങ്ങളുള്ള ശിവനെയാണ് നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും ആചരിക്കുന്നത്. പക്ഷേ ഇപ്പം ശ്രീമതി ഭാഗ്യ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഭാരതത്തിൻ്റെ ഒരു ഭാരതം എന്നുള്ള ആ ഒരു സങ്കല്പം അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം, അതിനെ പൂർണ്ണമായിട്ട് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു സമ്പ്രദായം കൂടിയാണ് ശൈവ സമ്പ്രദായം. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, അല്ലെങ്കിൽ ഗുജറാത്തിൽ മുതൽ അങ്ങേയറ്റം നോർത്ത് ഈസ്റ്റ് വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. പക്ഷെ ഇതിലെല്ലാം ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഘടകങ്ങൾ ഏതൊക്കെയാണ്? ശിവനെ കുറിച്ച് പറയുമെങ്കിൽ 5 മുഖങ്ങളാണ് ശിവനുള്ളത്. സദ്യോജാതം, ഈശാനം, വാമദേവം, അഘോരം, തത്പുരുഷം. അതിലിപ്പം കുംഭമേളയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് അഘോരമാണ്. അഘോരികളെ കുറിച്ച് എല്ലാവരും ഒരുപാട് കേട്ടിട്ടുണ്ടാകും. അഘോരികള് നമ്മൾ സാധാരണ വിശ്വസിക്കുമ്പം തുണിയില്ലാതെയോ അല്ലെങ്കിൽ അല്പനഗ്നരായിട്ട് മാത്രം ജീവിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും ഒരു എന്ത്യൂസിയാസം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറും അതാണ്. എങ്ങനെ ഇത്രയും തണുപ്പുള്ള സമയത്ത് ശിവനെ മാത്രം, ശിവന്റെ അഘോര രൂപം എന്ന് പറഞ്ഞാൽ ശിവൻ മാത്രമേ ഉള്ളൂ, അവർക്ക് ദേവിയില്ല. ദേവിയുടെ ഒരു കൺസിഡറേഷൻ അവര് കൺസിഡർ ചെയ്യുന്നില്ല. അവര് ശിവനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്തെല്ലാം ത്യജിച്ച് പോകുന്ന ഒരു രീതിയാണ്. അഘോര സമ്പ്രദായങ്ങളിൽ നിഗൂഢമായിട്ടുള്ള സമ്പ്രദായമുണ്ട്. അഘോര മുനികള് സമാധി അടിയുമ്പം സമാധിയിൽ നമ്മൾ അവരുടെ ശിരസ് അടുത്ത അഘോര മുനി ഏറ്റെടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതെങ്ങനെയാണ്? ഇപ്പൊ ഇവിടെ തൊട്ടടുത്ത ഒരു സമാധി ഇപ്പോ വലിയ വാർത്തയിലൊക്കെ നിറഞ്ഞിട്ടുണ്ട്, അതാ ഞാൻ ചോദിച്ചത്. ശൈവ രീതിയിലാണ് സമാധികൾ ഏറ്റവും കൂടുതലുള്ളത്. ശിവനുമായിട്ട് ബന്ധപ്പെട്ട
ഉജ്ജയിൻ തൊട്ടുള്ള 12 ക്ഷേത്രങ്ങൾ നേർരേഖയിൽ ശിവക്ഷേത്രങ്ങളാണ് ഉള്ളത്. അതെ അതേ 12 ജ്യോതിർലിംഗങ്ങളാണ് ഉള്ളത്. അതേപോലെ തന്നെ 5 പഞ്ചഭൂത സ്ഥലങ്ങളുണ്ട്. ശിവനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ 5 ഭൂതങ്ങൾ, 5 എലിമെന്റ്സ്, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന എയറും എർത്തും സ്പേസും ഒക്കെ ഇൻക്ലൂഡഡ് ആവുന്ന, ഫയറും ഇൻക്ലൂഡഡ് ആവുന്ന 5 എലമെന്റ്സിനെ പണ്ട് നമ്മുടെ പൂർവികര് ശിവന്റെ രൂപത്തിലാണ് കണ്ടിരുന്നത്. അതിനെ നമ്മുടെ ശരീരത്തിൽ കൂടി എങ്ങനെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്താം എന്നുള്ളതാണ് ശൈവിസത്തിന്റെ ഒരു കോർ. അതാണ് ഈ ചിദംബരം, തിരുവണ്ണാമല ഒക്കെ ഓരോരോ എലിമെന്റ് ആയിട്ട് കാണുന്നത് അല്ലേ? ചിദംബരം എന്ന് പറയുമ്പം അവിടെ എല്ലാ എലമെന്റ്സും ഉണ്ട്. ചിദംബരം, തിരുവണ്ണാമല, രാമേശ്വരം, കാളഹസ്തി, ഇതൊക്കെ ശിവന്റെ ഓരോ ക്ഷേത്രങ്ങൾ ഓരോ തത്വങ്ങളെ അടിസ്ഥാനമാക്കി, 5 ഭൂതങ്ങളെ അടിസ്ഥാനമാക്കി പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ശൈവസത്തിലെ സമാധി എന്ന് പറയുന്നത്, ഇപ്പം സമാധി എന്ന് പറയുമ്പോൾ ഒരാള് 4 മാർഗങ്ങളിൽ കൂടെ ഈശ്വരനെ പ്രാപിക്കണമെന്ന്. ആ 4 മാർഗങ്ങളാണ് ജ്ഞാനം. നമുക്ക് ഒരു കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള വിജ്ഞാനം ഉണ്ടാവണം, പിന്നെ യോഗം, പിന്നെ ക്രിയ, പിന്നെ ആചരണം, ചര്യ. അപ്പം ജ്ഞാനം ഉണ്ടായാൽ മാത്രം പോരാ, യോഗം ഉണ്ടാവണം. യോഗത്തിൽ കൂടി ഈ പ്രാണനെ നമ്മൾ മുകളിലേക്ക് കൊടുത്ത് അതേപോലെ തന്നെ ഇതിനെ മോക്ഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ശൈവേറ്റ് അല്ലെങ്കിൽ ശിവനെ ഫോളോ ചെയ്യുന്ന ഒരാള് ദിവസവും മരണത്തിനെ അഭിമുഖീകരിക്കുന്ന പോലെ. കാരണം മരണം എന്നുള്ളത് നേരെ കണ്ട് ഈ ശരീരത്തിനെ അതിനുവേണ്ടി സ്യൂട്ട് ആക്കുന്നത് പോലാണ് പലതും ത്യജിച്ച്. അതുകൊണ്ടാണ് അഘോരികളെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര എന്ത്യൂസിയാസം തോന്നുന്നത്. അവർക്ക് ഡ്രസ്സ് ഇല്ല, അവർക്കൊന്നും എല്ലാം ത്യജിച്ചിട്ട് ആ ഒരു സമ്പ്രദായത്തിലേക്ക് നോളേജ് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് അവർ ആദ്യം ഉദ്ദേശിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് ഈ നേരത്തെ താങ്കൾ പറഞ്ഞ ഈ നിഗൂഢത ഇതുമായി ബന്ധപ്പെട്ട വലിയ തോതിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു കളിയാക്കുന്ന, പരിഹസിക്കുന്ന, അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന തരത്തിലാണ് അഘോരികളുമായി ബന്ധപ്പെട്ട വാർത്തകളും ചിത്രങ്ങളും ഒക്കെ വരുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ തത്വമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇതൊരു അത്ഭുതമല്ലേ ഇവരുടെ ജീവിത രീതി എന്ന് പറയുന്ന അഘോരികളുടെ? ആരെയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടോ? ആരോടെങ്കിലും സംസാരിക്കാനോ പഠിക്കാനോ അവസരം ലഭിച്ചിട്ടുണ്ടോ അഘോരി സമ്പ്രദായത്തെ? അഘോരി സമ്പ്രദായം എന്ന് പറയുമ്പം 2 രീതിയിലുണ്ട്. നമ്മൾ അഘോരി ആകുമ്പോൾ നാദ് സമ്പ്രദായവും നമ്മൾ ഫോളോ ചെയ്യും. നാഗസമ്പ്രദായമല്ല, നാഗസമ്പ്രദായം വേറെയാണ്. നാദ് സമ്പ്രദായം, നാദ് സമ്പ്രദായത്തിൽ സൗണ്ടിന്റെ ഫ്രീക്വൻസി വളരെ ഇമ്പോർട്ടൻ്റ്. സൗണ്ടിന്റെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കാവടി ഉണ്ടല്ലോ, തൈപ്പൂയ കാവടി, നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടൊന്നാണ് തൈപ്പൂയ കാവടി. തൈപ്പൂയ കാവടിയില് നമ്മൾ ഈ ശൂലം കുത്തിയും അതുപോലെ ഈ 2 ദിവസം വ്രതം കഴിഞ്ഞിട്ട് ഈ ശബ്ദവും മേളവും ഒക്കെ കൊണ്ടിട്ടാണ് തൈപ്പൂയ കാവടി എടുക്കുന്ന ഒരാളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി കാണും എല്ലാ, ഇപ്പം കുത്തിയോട്ടത്തിനാണെങ്കിലും തൈപ്പൂയ കാവടിക്കാണെങ്കിലും പഴശ്ശിനിക്കടവിലുള്ള ഈ ഭൂതങ്ങളുടെ കോലങ്ങൾക്കാണെങ്കിൽ പോലും നമ്മൾ കാണും. ഈ തെയ്യത്തിനൊക്കെ ആണെങ്കിലും ഓട്ടോമാറ്റിക്കലി ചുവട്, ഈ നാദത്തിനോടനുസരിച്ച് ചുവട് വെക്കുന്നത്. അതാണ് ശരിക്കും നാദസമ്പ്രദായം. ശരീരത്തിനെ ഈ നാദവുമായിട്ട് ഈക്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് നാദസമ്പ്രദായത്തിന്റെ ഒരു ബേസിക് രീതി. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിലെ ഈ നന്ദികേശൻ ഒക്കെ അതിന്റെ ഒരു ഭാഗമായിട്ടാണോ നന്ദികേശനെ പ്രതീകമായിട്ട് കാണുന്നത്? അതെ, നന്ദികേശൻ എന്ന് പറയുന്നത് നാദസമ്പ്രദായത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം ശിവന് അവിഭാജ്യമായ ഒരു ഘടകമാണ് നന്ദി. അപ്പം നന്ദികേശൻ എന്ന് പറഞ്ഞൊരു മഹർഷി തന്നെയുണ്ട്. ആ മഹർഷിയാണ് പരശുരാമനിൽ കൂടി ഈ ലോകത്തിലേക്ക് യോഗമാർഗം എത്തിച്ചതെന്നൊരു രീതിയും കൂടെ വിശ്വാസം അതിനകത്ത്. കാരണം ഒരു തലമുറ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വാസമായി മാറും. നമ്മളാരും കണ്ടിട്ടില്ലാത്തത് കൊണ്ട്. കാണുന്നത് മാത്രമാണ് നമുക്ക്. അതെ, നമ്മളെ കണ്ടറിയുന്നതും തൊടുന്നതും മാത്രമാണ് സത്യം എന്ന് വിചാരിക്കുന്ന ഒരു സയൻസിന്റെ ഇതിപ്പം, അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിന്റെ വിരൽത്തുമ്പത്ത് കിട്ടുന്നതാണ്, നമ്മുടെ ഫോണിന്റെ വിരൽത്തുമ്പത്ത് കിട്ടുന്നതാണ് സത്യം എന്ന് നമുക്കൊരു ധാരണയുണ്ട്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഈ അഘോരി സമ്പ്രദായമൊക്കെ ദിവസവും ഭക്ഷണവും കഴിച്ച് നമ്മൾ ഓഫീസിലൊക്കെ പോയി അല്ലെങ്കിൽ ജോലി എടുക്കുന്ന ഒരു ദിനചര്യ സാധാരണ രീതിയിൽ തുടരുന്ന ഒരാൾക്ക് ഭയങ്കര ഒരു അതിനകത്തൊരു കൗതുകം ഉണ്ടാകും. തീർച്ചയായിട്ടും. നേരത്തെ താങ്കൾ പറഞ്ഞ ഈ ശിവലിംഗ പ്രതിഷ്ഠയെക്കുറിച്ചും ശിവലിംഗത്തെക്കുറിച്ചും പറഞ്ഞു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശിവലിംഗം കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഭാരതത്തിൽ തന്നെ
പ്രദേശ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഉള്ള ഒന്നാണ് ശിവലിംഗം. യഥാർത്ഥത്തിൽ എന്താണ് ഈ ശിവലിംഗത്തിൻ്റെ ഒരു ചരിത്രം, അതിൻ്റെ ഒരു തത്വം എന്താണ്? ശിവലിംഗം എന്ന് പറയുന്നത് വളരെ ഊർജം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഊർജത്തിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് സ്പിരിച്വാലിറ്റിയുടെ കേസിലും സയൻസിൻ്റെ കേസിൽ ഇപ്പോൾ ഒരുപാട് പഠനങ്ങൾ നടന്നു വരിക. ശിവലിംഗത്തിൽ ഒഴിച്ചിട്ട് വരുന്ന വെള്ളത്തിന് ഇലക്ട്രോൺസിൻ്റെ അംശം കൂടുതലുണ്ട്. അതുകൊണ്ട് ഇലക്ട്രോൺസിൻ്റെ അംശം കൂടുതലുണ്ടാകുമ്പം ഇലക്ട്രിസിറ്റി ഉണ്ടാകും എന്നുള്ളത്. ഞാൻ കംബോഡിയ യാത്ര ചെയ്യാനിടയിൽ കംബോഡിയയിലെ റിവർ ഓഫ് 1000 നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. 1000 ലിംഗാസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അതായത് കല്ലുകളിൽ കൊത്തി വെച്ചേക്കുക ചെറിയ ചെറിയ ശിവലിംഗങ്ങൾ. അപ്പം അന്നത്തെ മനുഷ്യർ അത് പൂജയ്ക്ക് എടുക്കുന്നതോ കുളിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലമായിരിക്കും, വെള്ളം എടുക്കുന്നതോ സ്ഥലമായിരിക്കും. അവിടെ ഇത് കൊത്തി വെക്കണമെങ്കിൽ ശിവലിംഗം കൊത്തി വെക്കണമെങ്കിൽ നമ്മുടെ ശരീരവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിനെ ഒരു പരിധിയിൽ നിന്ന് മോക്ഷത്തിലേക്കോ അല്ലെങ്കിൽ പൂർണ്ണതയിലേക്കോ എത്തിക്കാൻ ഈ ശിവലിംഗങ്ങൾ ഉപയോഗപ്പെടുക. അത് പണ്ടുള്ള ഒരു പൂർവികർ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഇത് നദിയിലും എല്ലായിടത്തും കൊത്തിവെച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന് ഒരു റിസർച്ച് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ എന്തെങ്കിലും ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ശിവലിംഗം ഒരു ഊർജ സ്രോതസ്സാണെന്നും അത് ഇപ്പം നമ്മുടെ ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അതുപോലുള്ള എല്ലാ റോക്കറ്റ്സ് ആണെങ്കിലും, റോക്കറ്റ് പോലൊരു ക്ഷേത്രമുണ്ട് തായ്ലൻഡിലാണത്. തായ്ലൻഡില് റോക്കറ്റ് പോലെ പണിത് വെച്ചേക്കുന്ന ക്ഷേത്രമുണ്ട്. അതുപോലെ കോഖർ എന്ന് പറയും ഒരു ക്ഷേത്രം, പിരമിഡ് പോലെ കംബോഡിയയിലാണ്. പിരമിഡ് പോലാണ് പണിത് വെച്ചേക്കുന്നത്. അത് ഒരു 16 അടിയോളം പൊക്കമുള്ള ക്രിസ്റ്റലിന്റെ ശിവലിംഗം അവിടെ സ്ഥാപിച്ചിരുന്നു. ഇപ്പം അത് കാണുന്നില്ല, പ്രത്യക്ഷമായി. കാലം ഒരുപാട് വഴക്കമുണ്ടല്ലോ. അപ്പം പല യുദ്ധങ്ങളും മാറിയും മറിഞ്ഞും ഒക്കെ ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടതായിരിക്കാം. അപ്പം ഇത് നമ്മള് സ്പേസുമായിട്ടും ഏലിയൻസ് എന്ന് പറഞ്ഞൊരു ഫാക്ടറൊക്കെ ഒരു മിത്തായിരിക്കാം, ചിലപ്പോ ഒന്ന് നമുക്ക് വിശ്വസിക്കാം അത് കാണുന്നത് വരെ. പക്ഷെ ഇപ്പോഴും ഈ UFOs പല സ്ഥലത്ത് കണ്ടെത്തുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം ഈ ശിവലിംഗം 16 അടി ക്രിസ്റ്റലിന്റെ ശിവലിംഗം അന്ന് എന്തിനാണ് പ്രതിഷ്ഠിച്ചത് എന്നുള്ളത് ചോദിച്ചിന് എനർജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, പുതിയ പുതിയ തലങ്ങളിലേക്ക് പോകാനാണോ? നമ്മൾ ഈ പുരാണങ്ങളിൽ പറയുന്ന 7 ലോകങ്ങൾ നമ്മുടെ ഭാവനയും കൂടെ ഉൾക്കൊള്ളിക്കും. ഇതിനകത്ത് 7 ലോകങ്ങൾ ഇതാണ്: തലാതലം, രസാതലം, പാതാളം എന്നുള്ളത് താഴത്തെ ലോകങ്ങളും, ഓം ഭൂർഭുവ സ്വാഹ സ്വർഗലോകം, മഹാലോകം എന്നുള്ള രീതിയിലേക്ക് മേളിലേക്കും പോകും. 7 ലോകങ്ങൾ പോകും. സത്യലോകം എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പൊ ഈ ലോകങ്ങളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡ്യൂഷൻ കലർന്നിട്ടാണ് നമ്മളത് ഉൾക്കൊള്ളുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സയൻസ് ആണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നാം, അതുപോലെ കണ്ടുപിടിക്കാം. ഒരുപക്ഷെ അത് കൂടുതൽ റിസർച്ച് നടക്കുമ്പോൾ അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുമായിരിക്കാം. അതിന് ഒരുപാട് കാലതാമസം ഉണ്ടാകും. കാരണം ഭാരതത്തിന്റെ ഒരു നേച്ചർ തന്നെ സയൻസും സ്പിരിച്വാലിറ്റിയും ഇഴകലർന്ന് കിടക്കുക. ഇതിനകത്തൊന്നും സയൻസ് ഏതാണ് സ്പിരിച്വാലിറ്റി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസവും തിരിച്ചറിയാൻ പറ്റുന്നില്ല പലപ്പോഴും. അതൊരു വലിയ വിഷയമാണ്. പക്ഷേ ഈ ശിവലിംഗത്തിൻ്റെ ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, പിരമിഡിൻ്റെ രൂപത്തിൽ ക്ഷേത്രത്തിൽ അപ്പം ഈ രൂപങ്ങൾക്കൊരു പ്രാധാന്യമുണ്ട് എന്തു വന്നാലും, ഇല്ലേ? അതെ, രൂപങ്ങൾക്കൊരു പ്രാധാന്യമുണ്ട്. അതിനകത്ത് 7 തലമുള്ള പിരമിഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഗായത്രി മന്ത്രം, അതൊരു എക്സാമ്പിൾ മാത്രം. മന്ത്രത്തില് ഓം ഭൂർഭുവ സ്വാ മഹാ ജനഃ തപഃ സത്യഃ, ഇങ്ങനെയാണ് ലോകങ്ങളെ കുറിച്ച് പറയുന്നത്. ഈ സത്യലോകത്തിൽ വരെ യോഗീശ്വരന്മാരായിട്ട് ശൈവസത്തിലെ ഒരു സമ്പ്രദായം യോഗീശ്വര എന്നുള്ള സമ്പ്രദായം. മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ സിദ്ധികൾ നേടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രയോഗിക്കാൻ തോന്നും. പക്ഷെ യോഗീശ്വരനാകുമ്പം ആ സിദ്ധികളെ ശിവനിലേക്ക് ലയിപ്പിക്കുക എന്നുള്ള ഒരു തത്വത്തിലേക്ക് പോകും. ശൈവസത്തിന്റെ ആധാരം തന്നെ വിജ്ഞാന ഭൈരവതന്ത്രം. അതിനകത്ത് രുദ്രതന്ത്രമുണ്ട്, അതുപോലെ ഭൈരവതന്ത്രമുണ്ട്. രുദ്രതന്ത്രത്തിൽ പറയുന്ന ദ്വൈതവും അദ്വൈതത്തിനെ കുറിച്ച്. ദ്വൈതം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ശിവനാണ്, എനിക്ക് ശിവനാകാം, പക്ഷെ ഇപ്പം ഞാനതല്ല. ഞാനും ശിവനും രണ്ടും രണ്ടാ. എനിക്ക് വേണമെങ്കിൽ ആചരണം കൊണ്ടോ യോഗ കൊണ്ടോ സമ്പ്രദായങ്ങള് അനുഷ്ഠാനങ്ങൾ കൊണ്ടോ എനിക്ക് അങ്ങോട്ടേക്ക് എത്താം. പക്ഷെ ഇപ്പം ഞാൻ അതല്ല എന്നുള്ളൊരു ക്ലിയർ ആയിട്ടൊരു കോട്ടിനകത്താണ്
ദ്വൈതം പറയുന്നത്. അതേപോലെയാണ് അദ്വൈതം എന്ന് പറഞ്ഞാൽ ഞാനും ഇദ്ദേഹവും അല്ലെങ്കിൽ സർവ്വതും രുദ്രനാണെന്നാ പറയുന്നത്. നമ്മളിപ്പോ എന്തിനെ കണ്ടല്ലോ ഇൻസെപ്പറബിൾ ആണെന്നാണ് പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലോട്ട് ഒന്ന് തിരിച്ചു വന്നാൽ നമ്മൾ പറഞ്ഞു ഹിമാലയമാണ് ശിവസമ്പ്രദായത്തിന്റെ ഒരു കേന്ദ്രമായിട്ട് കാണുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ പഴക്കമേറിയ ക്ഷേത്രങ്ങൾ കാണുന്നത്. അപ്പം ഹിമാലയത്തിൽ നമുക്ക് കേന്ദ്രങ്ങളുണ്ട്, ശരിയാണ്, കേദാർനാഥ് പോലെയുള്ള ക്ഷേത്രങ്ങളും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ തമിഴ്നാട്ടിലാണ് മഹാക്ഷേത്രങ്ങൾ ഭഗവാൻ പരമശിവന്റെ പേരിൽ കാണുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? തമിഴ്നാടിന് ഇക്കാര്യത്തിലുള്ള ഒരു പാരമ്പര്യം എന്താണ്? ഇത് പറയുമ്പം ശരിക്കും ആദിശൈവസത്തിലേക്ക് വരേണ്ടി വരും. ശൈവസത്തിനെ ഇന്ത്യയിൽ മന്ത്രമാർഗവും കൗളമാർഗവും ആദിമാർഗവുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ശൈവ സമ്പ്രദായത്തിന് ആദിമാർഗത്തിലാണ് അത് മന്ത്രങ്ങൾ ഉച്ചരിച്ച് യോഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഒരാൾ മോക്ഷത്തിലേക്ക് എത്തുന്നതാണ് ആദിമാർഗം. ആദിമാർഗം ഒരുപാട് പാരമ്പര്യം അർഹിക്കുന്ന ഒന്ന്. അപ്പം ശൈവിസത്തിൽ ഈ ചോദിച്ച പോലെ തന്നെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്നത് അവിടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്നാലുടയൻ ശിവനെ പോற்றி. ശിവനെ പോற்றி എന്ന് പറഞ്ഞാൽ ശിവൻ വാഴുന്ന ഭൂമിയിൽ എൻ്റെ ഉടയനായിട്ട് ശിവനെ ഒരു രാജാവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ശിവൻ ഒരു പ്രാവശ്യം തമിഴ്നാട്ടിൽ വന്ന് അവിടെ ഭരിച്ചിരുന്നു എന്ന് വരെ വിശ്വാസമുണ്ട് അവിടെ. അതുകൊണ്ടാണ് ഈ ഒരു തത്വം തന്നെ ഇപ്പം തന്നാലുടയൻ ശിവനെ പോற்றி എന്ന് ഏറ്റുചൊല്ലും. ഈ ക്ഷേത്രങ്ങളിൽ നമ്മൾ സാധാരണ ശിവക്ഷേത്രങ്ങളിൽ അത് ഏറ്റുചൊല്ലും. അത് ആദിശൈവരും അവിടുത്തെ സാധാരണ മനുഷ്യരും എല്ലാവരും ചൊല്ലുന്ന ഒരു സിസ്റ്റം അത്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ആ സിസ്റ്റം ഇല്ല. നമ്മള് കാണുക, തൊഴുക, ദീപാരാധനയൊക്കെ കണ്ടിട്ട് തൊഴുതിട്ട് പോരുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ദീപാരാധനയുടെ സമയത്ത് ആ ഒരു ഇങ്ങനെ ഒന്ന് ഉച്ചരിക്കുകയും കൂടെ ചെയ്യും എല്ലാവരും. ഇത് വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ട ടോപ്പിക്കാണ്, എന്നാലും ഞാൻ ചുരുക്കി ചോദിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ശൈവ സമ്പ്രദായത്തെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു ചെറിയ പ്രശ്നം, ഇത് വൈഷ്ണവ സമ്പ്രദായത്തിന് എതിരായിട്ടുള്ള ഒന്നാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു വലിയ ശ്രമം നടന്നിട്ടുണ്ട്. ഇവർ തമ്മിൽ അടിയായിരുന്നു. പക്ഷേ പുരാണങ്ങളൊക്കെ നോക്കുമ്പോൾ ഭഗവാൻ ശ്രീരാമനാണെങ്കിലും അദ്ദേഹം ശിവനെ പൂജിക്കുന്നതായിട്ടൊക്കെ കാണുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു കോൺട്രഡിക്ഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് യഥാർത്ഥത്തിൽ ഉള്ളതാണോ അതോ മനുഷ്യനുണ്ടാക്കിയതാണോ? ഇത് ആക്ച്വലി മനുഷ്യനുണ്ടാക്കിയത്. നമ്മൾ ഒരു പുരാണങ്ങളിലും അങ്ങനെ ശിവനാണ് വിഷ്ണുവാണ് എതിരാണെന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. രണ്ട് മാർഗങ്ങളാണ്. വൈഷ്ണവിക സമ്പ്രദായത്തിന് എപ്പോഴും അലങ്കാരപ്രിയരാണ്, അലങ്കാരം കൂടും. ഭഗവാൻ അലങ്കാരം ഇഷ്ടമാണ്, ആ മൂർത്തിയുടെ സ്വഭാവം അതാ. വിഷ്ണുവിന് ആടയാഭരണങ്ങളോട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ സേവ ചെയ്യുന്ന കാര്യത്തിലും പൂജ ചെയ്യുന്ന കാര്യത്തിലും ഇന്നതൊക്കെ വേണം എന്നുള്ളതുണ്ട്. ശിവന് ശൈവ രീതികളിൽ അത് വ്യത്യാസമാണ്. ശങ്കരാചാര്യർ കുറെ കൂടെ ശിവനെ ഒരുപാട് അദ്ദേഹം അഡ്മയർ ചെയ്തു. അദ്ദേഹം ശിവസ്ഥാനങ്ങൾ പോയി കാണുകയും ശിവനെ പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്തെങ്കിലും ബദ്രീനാഥില് വിഷ്ണുവിനെ അദ്ദേഹം പ്രതിഷ്ഠിക്കുകയും പൂജ ചെയ്യുകയൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ ഈ പാലക്കാട് നിന്ന് ബ്രാഹ്മണര് പോയിട്ട് അവിടെ പൂജ ചെയ്യുന്നത്. കാരണം അദ്ദേഹം ഒരു ഗുരുവാണ്. നമ്മൾ ഈ ശൈവ സമ്പ്രദായത്തെ കുറിച്ച് പറയുമ്പോൾ വേറൊരു പ്രശ്നമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ വൈഷ്ണവ ആരാധന, വൈഷ്ണവ സമ്പ്രദായം, അതെപ്പോഴും ഈ ശൈവ സമ്പ്രദായത്തിന് എതിരായിട്ടുള്ളതാണ്, മത്സരിക്കുന്ന ഒന്നാണ്, ഒന്നിനെതിരായിട്ടുള്ള ഒന്നായിട്ടാണ് അതിനെ കാണിക്കുന്നത്. ഇത് ഹിന്ദുമതത്തിലെ ഒരു കോൺട്രഡിക്ഷനായിട്ടും പലരും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒന്ന് മറ്റൊന്നിന് എതിരാണോ? ശൈവവും വൈഷ്ണവും രണ്ട് രീതികൾ. കേരളത്തിൽ അത് അത്രയും പ്രാബല്യത്തിലില്ല. എങ്കിൽ തമിഴ്നാട് ഇതര സംസ്ഥാനങ്ങളിൽ, അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ശൈവ വൈഷ്ണവ കലഹങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുമുണ്ട്. ഏറ്റവും കൂടുതൽ കർണാടകയിലാണ് നടന്നിട്ടുള്ളത്. കർണാടക ഒരു ശൈവ പ്രാധാന്യമുള്ള സ്റ്റേറ്റാണ്. പ്രത്യേകിച്ച് വീരശൈവ കമ്മ്യൂണിറ്റി. വീരശൈവർ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർ. ഈ ആദിമാർഗത്തിൽ പെടുന്ന ശൈവ വിഭാഗമാണ് വീരശൈവിസം. അവർക്ക് പഞ്ചാചാര്യന്മാർ അങ്ങനെയുള്ള കണക്ഷൻസ്, അതുപോലുള്ള ഗുരുക്കന്മാരാണ് ഉദ്ദേശിക്കുന്നത് അവർക്കുള്ളത്. ഒരു ശങ്കരാചാര്യരെ അല്ല ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ ശങ്കരാചാര്യരെ ഫോളോ ചെയ്യുന്ന ഒരു സെക്റ്റ് ഉണ്ട്, അതുപോലെ പഞ്ചാചാര്യന്മാരെ ഫോളോ ചെയ്യുന്ന മറ്റൊരു സെറ്റ് ഉണ്ട്. പക്ഷെ ശൈവ വൈഷ്ണവ വിഭാഗത്തില് വിഷ്ണു എന്ന് പറയുന്ന ഡൈറ്റി തന്നെ അലങ്കാരപ്രിയന്. ശിവനെ സംബന്ധിച്ച് ശിവൻ അങ്ങനല്ല. അതുകൊണ്ടാണ് ഈ അഘോരികളും അതേസമയം ദക്ഷിണാമൂർത്തി അറിവിന്റെ ഗുരുവായിട്ടും ശിവനിരിക്കുന്ന, അഘോരിയായിട്ടും ശിവനിരിക്കുന്നത്, നാദസമ്പ്രദായത്തില് ശിവനിരിക്കുന്ന, ഋഷഭേശനായിട്ടും പാർവതിയുടെ
കുടുംബം നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടൊരു ചിത്രമുണ്ട്, ശിവനും പാർവതിയും കുടുംബസമേതനായിട്ടുള്ള ശിവൻ ഇരിക്കുന്നത്, കിരാതമൂർത്തിയായിട്ടും ഒക്കെ ശിവൻ ഇരിക്കുന്നത്. പക്ഷെ വിഷ്ണുവിനെ സംബന്ധിച്ച് ശ്രീരംഗത്തിരിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന അലങ്കാരപ്രിയനായ പത്മനാഭസ്വാമിയായിട്ടോ കൃഷ്ണനായിട്ടോ ഒക്കെ കുറച്ചുകൂടെ മനുഷ്യരിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഭാവങ്ങൾക്കൊരു വ്യത്യാസമുണ്ട്. അതെ, അതുകൊണ്ട് അതിനെ ഫോളോ ചെയ്യുന്ന മനുഷ്യർക്കും ആ വ്യത്യാസം സ്വാഭാവികമായിട്ടും കടന്നുകൂടും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത് ശരിക്കും പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ, എതിർപ്പ് ഇവർ തമ്മിലുണ്ട്. ഞാനിത് ചോദിക്കാൻ കാരണം നമ്മുടെ പുരാണങ്ങളൊക്കെ നോക്കുമ്പോൾ ശ്രീരാമൻ ഉൾപ്പെടെ, ഭഗവാൻ ശ്രീരാമൻ ഉൾപ്പെടെ പൂജിക്കുന്നത്, രാമേശ്വരത്ത് ശിവലിംഗത്തെ പൂജിച്ച കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ പണ്ടില്ലായിരുന്നു, അത് പിന്നീട് വന്നതാണെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? പിന്നീട് വന്നതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനും വിഷ്ണുവായാലും അല്ലെങ്കിൽ ബ്രഹ്മാവാണെങ്കിലും മറ്റു ദേവീദേവന്മാരെല്ലാം പല മാർഗത്തിൽ കൂടി മനുഷ്യനെ മോക്ഷത്തിലേക്ക് നയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അതിന് പല മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ഒന്ന് കൗളമാർഗമാണെങ്കിൽ ഒന്ന് ദക്ഷിണമാർഗമാണ്. കൗളമാർഗം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രകൃതിക്ക് കുറച്ചുകൂടെ ഹാർഡ് ടൈംസ് കൊടുക്കുന്നത്. ദക്ഷിണമാർഗത്തിൽ ഭക്തിയും അതുപോലെ വെജിറ്റേറിയൻ ഫുഡ് അതുപോലുള്ള രീതികളൊക്കെയാണ്. ഇത് രണ്ടും ആചരിച്ചിരുന്നവരാണ് ഈ നാട്ടിലെ ഹിന്ദുക്കളെല്ലാം, ഈ ലോകത്ത് ഉള്ളിടത്തെ ഹിന്ദുക്കളെല്ലാം. ലോകത്തെന്ന് പറയുമ്പം ഇന്തോനേഷ്യയിലും ഇതുപോലുള്ള സമ്പ്രദായങ്ങളുണ്ട്, കൗള സമ്പ്രദായങ്ങളുണ്ട്. അവിടെ ഉള്ള പണ്ട് ഒരു കാലഘട്ടത്തിന് ഗോത്രങ്ങളായിട്ട് മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോഴും അതേപോലെ തന്നെ ഈവൻ ഹിന്ദുസിൻ്റെ മാത്രമല്ല ക്രിസ്ത്യൻസിൻ്റെ മുസ്ലിംസിൻ്റെ എല്ലാം ഇടയിലുണ്ട് തലയറുത്തിട്ട്, കോഴിയെ തലയറുത്തിട്ട് ചോര കണ്ടിട്ട് പോവുക. അപ്പം ആ ചോര കണ്ടാലോ എന്തെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങളോ ഒന്നും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തളരത്തില്ല എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ശൈവ വൈഷ്ണവ സമ്പ്രദായങ്ങളിലെ ഈ ഒരു വ്യത്യാസം വളരെ പ്രകടമാണ്. രണ്ടിലും കൗളമാർഗമുണ്ട്, എങ്കിലും വൈഷ്ണവത്തിൽ അത് വളരെ കുറവാണ്, ശാക്തേയത്തിൽ വളരെ കൂടുതലുമാണ്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനുഷ്യരിലും ഉണ്ടാകും. എന്നിരുന്നാലും ശിവനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും അങ്ങനെ പുരാണങ്ങളിലെ മോക്ഷമാർഗത്തിലേക്ക് മനുഷ്യനെ നയിക്കുക എന്നുള്ള ഒരു രീതി മാത്രമേ ഉള്ളൂ. ഏത് മാർഗം സ്വീകരിച്ചാലും ഇതിനിടയിൽ ഈ ദേവീ സമ്പ്രദായത്തിന്റെ ഒരു സ്ഥാനം എവിടെയാണ്? അത് ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണോ? ഇപ്പൊ കശ്മീർ മുതൽ കേരളം വരെയുള്ള നാടുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു പാരമ്പര്യം നിലവിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെ, നമ്മൾ ഇപ്പം കൽക്കട്ടയിലാണെങ്കിൽ ദുർഗാദേവിയെ പൂജിക്കുന്ന വലിയൊരു ആഘോഷമായിട്ട് മഹിഷാസുരനെ മർദ്ദിച്ച ദേവിയെ, ആ വിക്ടോറിയസ് ആയിട്ടുള്ള ദേവിയാണ് പൂജിക്കുന്നത്. നമ്മൾ ടി വിയിലൊക്കെ കണ്ടു കാണും, പല സിനിമകളിലും നമുക്ക് പരിചയമായിരിക്കും. വെള്ളയും ചുമലയും തേരുള്ള സാരിയൊക്കെ കൊടുത്ത് സ്ത്രീകള് ദേവിയായിട്ട് സങ്കല്പത്തിലോടുകൂടെ ചെയ്യുന്ന ഓരോ പൂജകള്. അതേപോലെ തന്നെ ഇവിടെ കേരളത്തിൽ കാളിയാണ്, ഉഗ്രരൂപിണിയായിട്ടുള്ള കാളിയാണ്. കാളിയും നാഗന്മാരും കിരാതമൂർത്തിയുമാണ് കേരളത്തിന്റെ അധിപന്മാരായിട്ടുണ്ടായിരുന്നത്. കാരണം പണ്ട് കാടുകളില് കാട്ടില് മരം മുറിക്കാനും ഒക്കെ ചെത്താനും ഒക്കെ പോകുന്ന സമ്പ്രദായത്തിലുള്ള മനുഷ്യര് അവരും ഒരു സമ്പ്രദായമാണ് കേട്ടോ. നമ്മൾ ഈ ജാതി സിസ്റ്റത്തിലേക്കൊക്കെ പോകുന്നതിന് ഓരോ സമ്പ്രദായങ്ങളുണ്ടായിരുന്നു, അച്ചടക്കമായിട്ടുള്ള അതെ കൃത്യമായിട്ട് മനുഷ്യനെ ആചരിക്കുന്ന, ഒന്നും തെറ്റല്ല എന്ന് തോന്നുന്ന സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അവർക്കൊരു ഒരുമിച്ച് നിൽക്കുക എന്നുള്ള ചിന്തയുണ്ടായിരുന്നു, വീരന്മാരായിരുന്നു. അതുപോലെ ഒരുപാട് ഗുണങ്ങൾ ആ മനുഷ്യന് കിട്ടിയിരുന്നു എന്നുള്ളതും സത്യമാണ്. അതിനകത്ത് നെഗറ്റീവും നമുക്ക് കണ്ടുപിടിക്കാവുന്ന, അതിപ്പം എല്ലാത്തിലും ഉണ്ട്. രണ്ടും പിന്നീടുള്ള പ്രാക്ടീസിൽ വരുന്ന ന്യൂനതകളാണത്. അതെ. അപ്പം കാളിയെ ഒരു കല്ലിനകത്ത് ചെത്തി രക്തം കണ്ടാൽ അത് ദേവീ സങ്കല്പമാണെന്നും അവലും മലരും എല്ലാം വെച്ച് പൂജിക്കണം, അല്ലെങ്കിൽ ആ ദേവീ ചൈതന്യം പോകുമെന്നൊക്കെ കേരളത്തിലുണ്ടായിരുന്നു, ധാരണകളുണ്ടായിരുന്നു. അപ്പം കാളിയാണ് ഇവിടുത്തെ പൂജ. പറയുന്ന ശൈവ സമ്പ്രദായത്തോട് ചേർന്ന് നിൽക്കുന്ന, ശൈവവും വൈഷ്ണവുമായിട്ടും ചേർന്ന് നിൽക്കുന്നതാണ് ദേവീ സങ്കല്പങ്ങളും ദേവി. അതെ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി പല ആരാധനാ സമ്പ്രദായങ്ങളെ കുറിച്ചും അതിൻ്റെ ഷോർട്ട് കട്ടുകളെ കുറിച്ചും ഒക്കെ പല വീഡിയോസും ഞാനിങ്ങനെ കാണാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന മന്ത്രം ചൊല്ലിയാൽ നിങ്ങൾക്ക് സാമ്പത്തികം നിങ്ങളുടെ മെച്ചപ്പെടും, ഇന്ന മന്ത്രം ചൊല്ലിയാൽ വിദ്യാവിജയം ഉണ്ടാകും. ഇതൊക്കെ ഇങ്ങനത്തെ ഷോർട്ട് കട്ടുകളൊക്കെ എത്രത്തോളം ശരിയാണ്? ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ്? ഈ വിഷയത്തിൽ നന്നായിട്ട് റിസർച്ച് ചെയ്ത ഒരാളെന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്. മന്ത്രം ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് വൈബ്രേഷൻ
വൈബ്രേഷൻസ് ഉണ്ടാകും. അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. ഒരു കാര്യം തന്നെ 100 വട്ടം ഉച്ചരിക്കുമ്പം അതിന് ഈ നാദസമ്പ്രദായവുമായിട്ട് വളരെ റിലേറ്റഡ് ആണ് മന്ത്രങ്ങൾ ജപിക്കുക. ഇപ്പം എല്ലാ മന്ത്രങ്ങൾക്കും അതിൻ്റെതായ രം എന്ന് ഉച്ചരിക്കുമ്പോഴും ലം വം എന്നൊക്കെ ഉച്ചരിക്കുമ്പം നമ്മുടെ ശരീരത്തിലെ ചക്രങ്ങൾ മൂലാധാരം തൊട്ട് സഹസ്രാരം വരെയുള്ള ചക്രങ്ങളെ എല്ലാം ഇത് ഉത്തേജിപ്പിക്കും. എന്നിരുന്നാലും ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ധനം സമ്പാദിക്കുന്ന ഒരു മന്ത്രം കേൾക്കുന്നിരിക്കട്ടെ, എനിക്ക് അതിനുള്ള ബുദ്ധി ഇല്ല എങ്കിൽ ഇത് ഒഴുകി വരുമോ? നോർമലായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ മനുഷ്യന്മാരെല്ലാം ചിന്തിക്കേണ്ട ഒന്ന്. പ്രയത്നം ആവശ്യമാണ്, ഒന്നിനും ഷോർട്ട് കട്ട് ഇല്ല. നമ്മൾ വിചാരിക്കും ഈ പ്രാണായാമം എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, ബ്രീത്തിങ് എക്സസൈസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാണായാമമായി അവർക്ക് വേറെ അസുഖങ്ങളൊന്നും വരില്ല എന്നുള്ള ധാരണ തെറ്റാണ്. പ്രാണായാമം എന്ന് പറയുമ്പം പ്രാണൻ നമ്മുടെ സുഷുപ്നെ കൂടെ യാത്ര ചെയ്യുന്നതിനെയാണ് പ്രാണായാമം എന്ന് ശൈവ ആഗമങ്ങളിൽ പറയുന്നത്. ശൈവ ആഗമങ്ങൾ ശിവൻ പാർവതിക്കും അതേപോലെ തന്നെ ഋഷിമാർക്കും ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള മൂലമന്ത്രങ്ങൾ 7 കോടിയോളം മന്ത്രങ്ങളുണ്ട്. 7 crore മന്ത്രങ്ങളുണ്ട് അതിനകത്താണ് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട് ശൈവാഗം, രുദ്രവും ഭൈരവുമായിട്ട്. അപ്പം രുദ്രത്തിലാണ് ദ്വൈതവും അദ്വൈതവും വരുന്നതെങ്കിൽ ഭൈരവത്തിൽ ഭൈരവനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അഘോരമായിട്ടും ഒക്കെ കൺസിഡർ ചെയ്യും. രുദ്രത്തിൽ നമകവും ചമകവും, ശ്രീരുദ്രം എന്ന് പറയുന്നത് നമകവും ചമകവും നമുക്കിപ്പം വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു മന്ത്രമാണ്. ഒരു സെറ്റ് ശ്രീരുദ്രത്തിൽ പറയുന്ന എല്ലാം രുദ്രനാണ്. ഈ കാണുന്നത് മരങ്ങൾ തൊട്ട് മനുഷ്യനും എല്ലാം രുദ്രനാണെന്നൊരു സങ്കല്പമാണ്. അപ്പൊ ഒന്നിനെയും മാറ്റി നിർത്തേണ്ടതില്ല, എല്ലാത്തിനും നമ്മൾ ലയിക്കുന്നു. അതുകൊണ്ടാണ് ശൈവരുടെ രീതിയിൽ പോലും ഭസ്മമാണ് ധരിക്കുന്നത്. കാരണം ഭസ്മം എല്ലാത്തിൻ്റെയും ഒരു അവസാന ഫോമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അതുപോലെ അങ്ങനെയല്ല, കുറച്ചുകൂടെ മണവും പരിമളവും സുഗന്ധവും ഒക്കെയുള്ള ചന്ദനം വൈഷ്ണവ ആരാധനയിൽ കൂടുതലായി ഉപയോഗിക്കുകയും ചെയ്യും. വളരെ കൃത്യമാണ്. അപ്പോൾ ഈ പറയുമ്പോൾ ഇതിൽ വളരെ അടിവരയിട്ട് പറയേണ്ട, മന്ത്രങ്ങൾക്ക് തീർച്ചയായിട്ടും ശക്തിയുണ്ട്. പക്ഷെ മന്ത്രങ്ങൾ കൊണ്ട് മാത്രം അതൊരു ഷോർട്ട് കട്ടായി മാറുന്നില്ല. മനുഷ്യൻ്റെ പ്രവർത്തനവും പ്രയത്നവും അതിൻ്റെ പിന്നിൽ വേണം. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഇതേ പറയുന്ന ഇതുപോലെ പല വീഡിയോകളും കാണുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ചില മൂർത്തികളെ പെട്ടെന്ന്, അതായത് ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ കേൾക്കുന്നു, നാളെ തൊട്ട് ആ മൂർത്തിയെ നമ്മൾ പ്രത്യേക മന്ത്രം ഉപയോഗിച്ച് ഇൻവോക്ക് ചെയ്യുന്നു, ഉടൻ തന്നെ ആ മൂർത്തി പ്രത്യക്ഷപ്പെടുന്നു. അത്ര ഈസിയൊക്കെയാണോ ഈ കാര്യങ്ങൾ? ഇതൊക്കെ ചിലപ്പോൾ അപകടവും ആവില്ലേ? അല്പജ്ഞാനം അല്പം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂർത്തിയെ ഇൻവോക്ക് ചെയ്യുക എന്നൊക്കെ പറയുമ്പം അത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ഒരു തപസ് പോലെ തന്നെ ചെയ്യേണ്ട ഒന്ന്. പണ്ട് ആദിശൈവരുടെ ഇടയിൽ 3 വർഷം, ആദിശൈവർ ഒരുപാട് അമാനുഷ്യ സാധ്യതകളുള്ള മനുഷ്യരാണെന്നുള്ളൊരു സങ്കല്പം ഉണ്ടായിരുന്ന കാലഘട്ടമുണ്ട്. അപ്പം ഇവർക്ക് 3 വർഷത്തോളം അകത്തിരുന്ന് ഒരു തപസ് പോലെ തന്നെ ചെയ്യണം. ഉപനയനം എല്ലാം കഴിഞ്ഞ് മന്ത്രങ്ങൾ അത് സിദ്ധി വരിക എന്ന് പറയും. ദേവിയെ പ്രീതിപ്പെടുത്തി സിദ്ധി വരിക. ഇത് ആദിശൈവർക്ക് മാത്രമല്ല, ഇപ്പം കളരിയൊക്കെ ഉണ്ടായിരിക്കുമ്പം അവസാനം കളരിയെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട്, പണ്ട് കാലങ്ങളിൽ ചെറിയ കുട്ടികൾ പോലും, ആൺകുട്ടി ജനിച്ച കളരിയിലേക്ക്, അപ്പം കളരി പഠിച്ചു കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ 3 വർഷത്തോളം ഏകദേശം ഉപാസനാമൂർത്തിയുടെ അടുത്തിരുത്തും. കാരണം അവന് മനസ്സിന്റെയും കൂടെ പക്വത വരണം. കളരി അറിയാവുന്ന ആൾക്ക് എല്ലാ അടവുകളും മർമ്മങ്ങളും ഒരാളുടെ ശരീരം നോക്കി അറിയാം. ചെറിയൊരു വഴക്കിനൊക്കെ ക്രോധം ആയിട്ട് നമ്മൾ വളരെ ഒരു പുറഷോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആപത്തുണ്ടാവും. അപ്പം മനുഷ്യന്റെ പക്വതയും കൂടെ വരണം. തീർച്ചയായിട്ടും നമ്മൾ ജനിച്ചാൽ എന്തായാലും മരിക്കും, പക്ഷെ മരണം എങ്ങനെ ആവണമെന്ന് ഡിസൈഡ് ചെയ്യേണ്ട നമ്മുടെ കയ്യില. മോക്ഷത്തിലേക്ക് പോവുക എന്നുള്ളതൊരു വലിയ സങ്കല്പമാണ്. അപ്പം എൻ്റെ ചോദ്യത്തിന് ഉത്തരം എന്നുള്ള നിലയിൽ പക്വതയില്ലാതെ വെറും വീഡിയോ കണ്ടിട്ട് മാത്രം ഇത്തരം സമ്പ്രദായങ്ങളിലൊന്നും പോകാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അല്ലേ? നമ്മുടെ സേഫ്റ്റിയും കൂടാണ് അത്. ഏറ്റവും ഓരോ തലങ്ങളിൽ ഓരോ ദേവിമാരുണ്ട്. ഇപ്പം ലളിതാംബിക ദേവിയെ നമ്മൾ ഭജിക്കുമ്പം ദേവിയുടെ ആദ്യത്തെ ചെറിയ രൂപത്തിലുള്ള ദേവിമാരായിരിക്കും വരുന്നത്. ഓരോ തലത്തിൽ നിൽക്കുന്ന ദേവിമാരായിരിക്കും. അത് വലിയ വാസ്റ്റ് സബ്ജക്റ്റാണ് ശരിക്കും. കാരണം ഡാക്കിനി ശാകിനി എന്നൊക്കെ പറഞ്ഞ ദേവിമാരായിരിക്കും ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. മൂലാധാരത്തിലാണ് ഡാക്കിനി ദേവി വസിക്കുന്നതെന്നാണ്. അപ്പം പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ എല്ലാം തരാം എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുകയോ നേരിട്ട് പ്രത്യക്ഷപ്പെടുകയോ അല്ല. ആ ചൈതന്യത്തിന്റെ ഒരു പ്രസൻസ് നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മളെ നയിക്കും. അത് മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും എളുപ്പം അവനവന്റെ കുലദേവതയെ ആരാധിക്കുന്നതിനേക്കാളും എളുപ്പം മറ്റൊന്നിലും കിട്ടില്ല. കുലദേവതയ്ക്ക് അത് നമ്മുടെ അച്ഛനെയും അമ്മയും പോലെ. നമ്മുടെ അച്ഛൻ നമ്മൾക്ക് വേണ്ടി എന്ത് കാര്യത്തിനും കൂടെ നിൽക്കും. പക്ഷേ ചിലപ്പം ഒരു പവറുള്ള, എനിക്കറിയാവുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ള ഒരാൾ നിൽക്കണം എന്നുള്ളതില്ല. നമ്മുടെ അച്ഛൻ നിൽക്കുന്നത് പോലെ
കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കുലദേവതയെ ആരാധിക്കുക എന്ന് പറയുന്ന ഒരു സങ്കല്പം, അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് നമ്മൾക്ക് എല്ലാം കനിയുന്നത് പോലെ, ഇപ്പം ധനമായാലും മറ്റേ കുബേരനെ ആരാധിച്ചാൽ ധനം കിട്ടും എന്നുള്ളതിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഈ കുബേരന്റെ ഒക്കെ പ്രതിമകളോ അല്ലെങ്കിൽ അതുപോലുള്ള വിൽപ്പനകളോ ഒക്കെ വാസ്തവത്തിൽ ഒരു വ്യവസായത്തിന്റെയും കൂടെ ഭാഗമായിട്ട്. അതെ അതെ, ഇപ്പൊ ഭയങ്കര കൊമേഴ്ഷ്യലൈസ്ഡ് ആണ് ഈ വിശ്വാസങ്ങളെല്ലാം തന്നെ. ഒരു നമ്മളുടെ ഒരു ഈ ചർച്ചയുടെ ഒരു അവസാനത്തെ ഒരു കാര്യം കൂടി, ഈ കേരളത്തിലെ മൂർത്തി സങ്കല്പങ്ങൾ, ഇപ്പോൾ വിവിധ ആരാധനാ സമ്പ്രദായങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കേരളത്തിൽ ഒരു കാലത്ത് ഈ കിരാതമൂർത്തി ഒരു പ്രത്യക്ഷ ദൈവം പോലെ പലരും കണ്ടിരുന്നതാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? അത് ശൈവം തന്നെയാണ് അല്ലേ? അത് തീർച്ചയായിട്ടും കിരാതമൂർത്തി ശൈവം തന്നെയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനതയുടെ പ്രത്യേകതകളാണ്. കേരളത്തിലുണ്ടായിരുന്നത് നാഗങ്ങളെ ആചരിച്ചിരുന്ന നായന്മാരും, ജാതിയെക്കുറിച്ചല്ല പറയുന്നത്, നായന്മാർ. കാരണം ഈ ഭൂമി അവരുടെ ഒരു, അല്ലെങ്കിൽ പുലയ സമുദായത്തിൽപ്പെടുന്ന ആൾക്കാരുടെ, പറയ സമുദായത്തിൽപ്പെടുന്ന ആൾക്കാരുടെ ഒരു കയ്യിലായിരുന്നു ഈ ഭൂമികളെല്ലാം. കേരളം കാടായിരുന്ന ഒരു അവസ്ഥയായിരുന്നല്ലോ പണ്ട്. അപ്പൊ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമികളാണ് ഇതെല്ലാം. അപ്പൊ അവിടെ ഒരു സിസ്റ്റം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ ദേവന്മാരുടെയും ദേവിമാരുടെയും ഒക്കെ ഇവരുടെ കുടുംബദേവതകളുടെ പ്രാബല്യം കുറഞ്ഞു വന്നു. അല്ലെങ്കിൽ ഈ പുലയരുടെയൊക്കെ വീടുകളിൽ എപ്പോഴും മൂർത്തി എന്ന് പറഞ്ഞൊരു കല്ല് തന്നെ ഉണ്ടായിരുന്നു, എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. ഇത് തന്നെ നമുക്ക് ബാലിയിലും കാണാൻ പറ്റുന്നേ. ബാലിയിൽ എല്ലാ വീടുകളിലും ക്ഷേത്രമുണ്ട്. അപ്പൊ അതിന് മൂർത്തിക്ക് പ്രസാദിപ്പിക്കാതെ അവർ വെളിയിൽ പോവോ, അത്രയും ആചരണം ഉള്ളവരായിരുന്നു. ആചരണം ഉണ്ടാവുക, ഒരുപക്ഷെ ഈ ആചരണമുള്ള ഒരു വലിയ വിഭാഗം ജനത്തെയാണ് ഈ ജാതിഭ്രാന്തിന്റെ പേരിൽ ഈ ആരാധനാ സമ്പ്രദായങ്ങളിൽ നിന്നൊക്കെ ഇടക്കാലത്ത് മാറ്റി നിർത്തിയത് അല്ലേ? ഒരു വലിയ അനീതി ചരിത്രത്തോടെയും പാരമ്പര്യത്തോടെയും ചെയ്തതാണ് കേരളത്തില്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി നിർത്തി എന്ന് പറയും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ പുലയ ഗോത്രത്തിൽ പെടുന്ന ഒരാളാണ്, എനിക്ക് ആണെന്ന് ഇരിക്കട്ടെ. അപ്പം ഞാൻ ആരാധിക്കുന്നത് എൻ്റെ മൂർത്തിയായിരിക്കും, ഭദ്രകാളിയുടെ രൂപത്തിലുള്ള കല്ലിനെയോ അല്ലെങ്കിൽ ശിവന്റെ രൂപത്തിലുള്ള കല്ലിനെയോ ആയിരിക്കും. അപ്പം എനിക്ക് എൻ്റെതായ ഒരു സമ്പ്രദായമുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ദക്ഷിണവും ആചാരവും വാമാചാരവും, അതായത് കൗളാചാരമാണ് ഈ ദേവികൾക്ക് ഏറ്റവും കൂടുതൽ പ്രീതിപ്പെടുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ ഇപ്പൊ തന്നെ പറയുന്നത് കൗളാചാര പ്രിയ എന്നാണ് ദേവിയെ പറയുന്നത്. മലയജരവാസിനി എന്നാണ്. മലയുടെ അടിവാരങ്ങളിൽ ജീവിക്കുന്ന, അവിടെ ചൈതന്യം ഉണർത്തുന്ന, കൗളാചാരത്തിൽ ഏറ്റവും കൂടുതൽ പ്രിയമായിട്ടുള്ള ദേവിയാണ്. അപ്പൊ ഞാനിപ്പം പുലയ സമുദായത്തിൽ പെടുന്നയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായം, കൗളാചാര സമ്പ്രദായങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ പെടുന്ന ആളാണെങ്കിൽ ഞാൻ ദേവിയോട് അത്രയും അടുത്ത് നിൽക്കുന്ന ആളാ. ഞാൻ ഒരു പക്ഷേ മറ്റൊരു സമ്പ്രദായത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം എൻ്റെ ദേവിയും എൻ്റെ അമ്മയും എൻ്റെ ഭഗവതിയും അവിടെ ഇരിക്കുവാണ്, നമുക്ക് എല്ലാ ബ്ലെസ്സിങ്സ്, എല്ലാ ഉയർച്ചകളും നൽകുവാനായിട്ട്. അത് കാണാതെ നമ്മള്, അതുകൊണ്ടാണ് ആ ഒരു കുലദേവതയെ നമ്മൾ കൈവിടാതിരിക്കുക, അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ? അതെ, കുലദേവതയെ പോലെ നമുക്ക് പ്രാധാന്യം ചെയ്യാൻ പറ്റുന്ന ഒരാളുമില്ല. രാജരാജ ചോളൻ ഇത്രയും വലിയ രാജ്യങ്ങൾ കീഴടക്കി. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും ഈ കപ്പലുകളിൽ നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഇന്ധനം കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഈ കപ്പലുകളൊക്കെ എങ്ങനെ ഓടിയെന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. ഇത്രയും ദൂരം കടലിൽ സെയിലിംഗ് നടത്തണമല്ലോ, ചെറിയ ദൂരമല്ല. അപ്പൊ അതിനുവേണ്ടി ഇന്ധനവും വേണം. അപ്പൊ അതൊക്കെ കണ്ടുപിടിച്ച ഒരു ജനത ഉണ്ടായിരുന്നു നമുക്ക് മുൻപില്. അതൊക്കെ എവിടെയോ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പം രാജരാജ ചോളനെ ഇത്രയും വലിയൊരു ഉയർച്ചയിലേക്ക് ഈ ചോള സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചോള ടൗണും ഒക്കെ ഉണ്ട് തായ്ലൻഡില്. അവര് ചൂളൻ എന്നാ പറയുന്നത്. അവർക്ക് ആ ഒരു പ്രൊണൗൺസിയേഷൻ വഴങ്ങത്തില്ല. അങ്ങനെ ചോളൻ എന്നുള്ള പല പേരുകളും ഈ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ട്. അപ്പം ഇദ്ദേഹത്തിനെ ഉയർത്തി ഇദ്ദേഹത്തിന്റെ കുലദേവതയാ. തീർച്ചയായിട്ടും ഇവര് ആചരിച്ചുകൊണ്ടിരുന്നത് പകുതി നടരാജനെയാണ്. നടരാജന്റെ രൂപത്തിൽ പകുതി പാർവതിയും പകുതി ശിവനുമാണ്. അതായത് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട്, നടരാജൻ എന്ന് പറയുമ്പം നൃത്തം ചെയ്യുന്ന ശിവന്റെ രൂപമാണ്. പക്ഷെ ഒരു കമ്മല് ദേവിയുടെയും ഒരു കമ്മല് ശിവന്റെയും റിങ്ങുമായിരിക്കും. ഒരു കമ്മല് കുറച്ചുകൂടെ സ്ത്രീ രൂപത്തിലും ഉള്ളതായിരിക്കും. ചോള രാജാക്കന്മാരുടെ ഭരദേവതയായിട്ടാണോ അവര് കാണുന്നത്? അതെ അതെ, ചിദംബരം ഒക്കെ അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. അവസാനം ഒരു ചോദ്യം കൂടി. ഇത്രയും സമ്പ്രദായങ്ങളെക്കുറിച്ചും ആരാധനാ രീതികളെക്കുറിച്ചും പഠിക്കുന്ന ഒരാളാണ്, മറുവശത്ത് ആസ് എ പ്രൊഫഷൻ സൈക്കോളജിയാണ് എടുക്കുന്നത്. ഇത് രണ്ടും കോൺട്രഡിക്ടറി അല്ലേ? എവിടെയാണ് ഇത് തമ്മിലുള്ള ഒരു സമന്വയം ഉണ്ടാകുന്നത്? മനുഷ്യന് എപ്പോഴും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈശ്വരവിശ്വാസി ആണെങ്കിലും അല്ലെങ്കിലും
അവൻ്റെ ഉള്ളിലൊരു ഗോഡ് സ്പോട്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് പഠനങ്ങൾ നടത്തുന്നത് നമ്മുടെ പീനൽ ഗ്ലാൻഡിൽ, അതായത് നമുക്ക് ഈ കണ്ണ് അടച്ചു വെച്ചാലും കാണാൻ പറ്റുന്നൊരു ഭാഗം പീനൽ ഗ്ലാൻഡ്, അത് ആ ഈ ഓപ്പൺ ആണ് എങ്കിൽ അവിടെ ലൈറ്റിന്റെ, അതായത് ഈ മൂന്നാമത്തെ കണ്ണെന്ന് നമ്മൾ പറയുന്നത്. അതെ, അത് എനർജൈസ് ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ്സ് യോഗ സമ്പ്രദായത്തിൽ പറയുന്നുണ്ട്, ശൈവ രീതികളിൽ ഒരുപാട് പറയുന്നുണ്ട്. അപ്പം ഇത് എനർജൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പല ഇൻറ്റ്യൂഷൻസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് തോന്നും ഞാൻ ഇപ്പം പല മനുഷ്യരും ഇത് ആലോചിച്ചത് ശരിയാണ് തെറ്റാണ്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാനിപ്പോൾ മനസ്സിൽ കണ്ടതേ ഉള്ളൂ. ഈ പീനൽ ഗ്ലാൻഡിൻ്റെ ഒരു എനർജി അവരറിയാതെ ചിലപ്പം പൂർവ്വജന്മങ്ങളിലൊക്കെ ചെയ്ത സാധനയുടെയോ പല കാര്യങ്ങളുടെയും ബലമായിരിക്കും അവിടെ ആ സ്പോട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അതാണ് മൂന്നാമത്തെ ചക്ര അല്ലെങ്കിൽ തേർഡ് ഐ എന്നൊക്കെ നമ്മൾ പറയുന്നത്, ആജ്ഞാചക്ര എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ പൊസിഷൻ പറയുന്നത് നമ്മുടെ ഈ തേർഡ് ഐയിൽ നിന്ന് മൂന്നാമത്തെ കണ്ണിൽ നിന്നും തലയുടെ ഇവിടെ സ്പന്ദനം ഉണ്ടാകുന്ന ഒരു ഏരിയ ഉണ്ട്. യോഗയിലും മെഡിറ്റേഷനിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് സാധാരണ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു പോയിന്റ് വരച്ചു കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് പീനൽ ഗ്ലാൻഡ് ഇരിക്കുന്നത്. ഇവിടെ ഇലക്ട്രോൺസോ അല്ലെങ്കിൽ ഗാമ റേസ് ഒക്കെ ഹൈലി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് തേർഡ് ഐ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് എന്നൊരു ധാരണയുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു പേഴ്സണൽ നിലയിൽ പറയാവുന്ന അനുഭവങ്ങൾ? നമ്മൾ ഇപ്പം പേഴ്സണൽ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് പറയാം എന്നുള്ളതേ ഉള്ളൂ. ഈ മരണത്തിന് ഞാനൊരു പ്രൊഫഷൻ സൈക്കോളജി ആയതുകൊണ്ട് വരുന്ന ആൾക്കാരും സംബന്ധിക്കുന്നവരും ഒക്കെ ചിലപ്പോൾ മരണത്തിൻ്റെ ഗന്ധം, മരണത്തിനെ തിരിച്ചറിയാൻ പറ്റുന്നു 2 ദിവസം മുമ്പ്, അല്ലെങ്കിൽ എൻ്റെ പുറകിൽ ആരോ നിൽക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ധാരണകൾ ഒരുപാട് പറയാറുണ്ട്. അപ്പം ഇവരുടെയൊക്കെ തേർഡ് സെൻസ് വർക്ക് ചെയ്യുന്നതാണ്, ആൾക്കാർക്ക് വർക്ക് ചെയ്യുന്നതാണ്. അത് സാധാരണക്കാർക്കും പ്രാപ്യമാണ് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും, ഈവൻ മൃഗങ്ങൾക്കാണെങ്കിൽ ഏറ്റവും കൂടുതലാണ്, കുറച്ചുകൂടെ ആക്റ്റീവാണ്. പക്ഷെ എല്ലാ മനുഷ്യർക്കും ഇത് വർക്ക് ചെയ്യും. സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇപ്പൊ താങ്കളുടെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവസാനമായിട്ട് ഇതോട് ചോദിക്കുക, സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾക്ക് ഭൗതികമായ ജീവിതത്തിലും ആത്മീയമായ ജീവിതത്തിലും രണ്ടിലും ഉയർച്ചയും പ്രോഗ്രസ്സുമാണ് അവരാവശ്യം. അപ്പോൾ അവർക്ക് ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതിനെ ഒന്ന് വളരെ സംക്ഷിപ്തമായിട്ട് പറയാൻ പറ്റുമോ? ഒരു ചെറിയ കാര്യം അതിനു വേണ്ടി സൂചിപ്പിക്കേണ്ടതുണ്ട്. പണ്ട് അലക്സാണ്ടർ നമ്മുടെ ഇന്ത്യ കീഴടക്കിയപ്പം പിപ്പിലാദ മഹർഷി എന്ന് പറഞ്ഞ മഹാജ്ഞാനി ഉണ്ടായിരുന്നു. ജോമെട്രിയിലും സയൻസിലും ഒക്കെ ഇന്ത്യ ഒരുപാട് മുന്നില്ല. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഗ്രീക്കിന്റെ സംഭാവനകളാണ് പലതും എന്ന് പറയുന്നെങ്കിലും ഇവിടുന്ന് പഠിച്ച് അതെടുത്തതാണ്, അത് കൺവേർട്ട് ചെയ്താണ്. കാരണം ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ഭാരതീയരായിട്ടുള്ള ഋഷിമാരൊന്നും നമ്മുടേതാണെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. കാരണം ഋഷിമാരോ ഒരു കൗപിനോ അല്ലെങ്കിൽ മരവൂരിയോ ഒക്കെ വെച്ചിട്ടായിരിക്കും വളരെ ലളിതമായ ജീവിതത്തിലായിരിക്കും ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ ഇത്രയും വലിയ അറിവുകൾ എഴുതി വെച്ചിരുന്നത്. ഒരിക്കലും ആഭരണങ്ങളോട് കൂടി ആയിരിക്കത്തില്ല. നമ്മൾ രണ്ടിലും സ്പിരിച്വാലിറ്റിയിലും മെറ്റീരിയലും ധനവും ആകർഷിക്കുന്നതിൽ ഉയർച്ചയുണ്ടാവണമെന്നുണ്ടെങ്കിൽ തുറന്ന് ജീവിക്കണം. അതായത് നമ്മൾ ഇപ്പോൾ യോഗ ആചരിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാം കണ്ട് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളത് ധാരണയില്ല. ഭക്ഷണക്രമങ്ങളിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ഒരാളെ പോലെ മറ്റൊരാൾക്ക് പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ശിവനെയാണ് വർഷിപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുക്കന്മാരെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിറ്റി എന്ന് പറയും, ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയും. നമ്മുടെ ഒരു മോഡലിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന സൈക്കോളജിക്കൽ ടേമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ റീച്ച് ചെയ്ത് കഴിഞ്ഞാലും ദൈവമാണെങ്കിലും മനുഷ്യനാണെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഫോമിലേക്ക് റീച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. ഒരു സീറോ ഡിഫറൻസ് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്കിതിനെ നമ്മുടെ തലങ്ങളിൽ നിന്ന് നമ്മുടെ കഴിവുകളെയും പരിമിതികളെയും നമ്മളെവിടെ വിജയിക്കും എന്നുള്ളതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതിനെ ശാന്തമായിട്ടിരുന്ന് ചിന്തിക്കുകയും കൂർമ്മ ബുദ്ധിയോടുകൂടി ചിന്തിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ധ്യാനം അതിനുള്ള ഒരു വഴി തന്നെയാണ്. ധ്യാനം അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ളത് മനസ്സിലാക്കുക, പോസിബിലിറ്റീസ് കാലം മാറുക എന്നുള്ളൊരു രീതി തന്നെ. ശ്രീമതി ഭാഗ്യഹരി, വളരെ അധികം സന്തോഷം. വലിയ വൈവിധ്യമുള്ള വലിയ ആഴമുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മളിങ്ങനെ തൊട്ടുപോയത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായിട്ട് പിന്നീടും സംസാരിക്കാം. വളരെയധികം സന്തോഷം ഇത്രയും നേരം ഞങ്ങളോടൊത്ത് ചെലവഴിച്ച്.